നമസ്കാരം. അപ്പോൾ അങ്ങനെ സീസണൽ ഫാൻസിൻ്റെ കഴപ്പും പറയും അങ്ങനത്തെ പെലയാട്ടി തിരക്കൊക്കെയും കഴിഞ്ഞു. വാണത്തരങ്ങൾ എന്ന് വിളിക്കട്ടോ. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞൊരു മാസം. ഞാനിപ്പോഴും ആലോചിക്കുക, ഈശോയെ എന്തോരം വൃത്തികെട്ട ചർച്ചകളിലും കോൺവെർസേഷനിൽ ചെന്ന് പുറപ്പെട്ടു ഞാൻ ഈ വേൾഡ് ടൈമിൽ. കുറേ വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ കിട്ടു. അതിന് മറുപടി പറയുമ്പോൾ അവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോലും പറ്റണില്ല എന്തുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ അങ്ങനെ ആ കഴപ്പും പറയും ഇനിയിപ്പോൾ കുറേ വാണങ്ങൾ ഒഴിവായി. നമുക്ക് നമ്മുടെ സ്പേസിൽ സംസാരിക്കാം, നമ്മുടെ രീതിയിൽ സംസാരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഈ ചാനൽ സപ്പോർട്ട് ചെയ്താൽ മതിട്ടോ. അല്ലാത്തൊരു ഈ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റിയലായിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫുട്ബോൾ കാണുന്ന ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ രീതിയിൽ ഈ ചാനലിൻ്റെ കൊണ്ടുപോകാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ പാത്ത്, ഒരു വഴി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫുട്ബോൾ സംസാരിക്കാം, കുറച്ച് രാഷ്ട്രീയം സംസാരിക്കാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ സംസാരിക്കാം. എന്നൊരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ആരായിട്ടോ നമുക്ക് സ്വീകരിക്കാം. ഒരു എങ്ങനെയുള്ളതിനെ സ്വീകരിക്കാം, ഒരു സുഹൃത്തായിട്ട് സഹോദരനൊക്കെ നമുക്ക് തന്നെ സ്വീകരിക്കാം. കാരണം നമുക്ക് എന്താണ് വേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ നേടണം, അതിനൊക്കെ നമുക്ക് പറ്റി നമ്മൾ സംസാരിക്കാം. ഫുട്ബോൾ അതിനൊരു ഒരു കാരണമായി മാത്രം തീരട്ടെ. നമുക്കിനി പുതിയ സീസണിൽ കിടക്കണം. പുതിയ സീസണിൽ ട്രാൻസ്ഫറുകളായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫറുകൾ പറ്റി തന്നെ സംസാരിക്കാം. എന്തൊക്കെ ട്രാൻസ്ഫറുകളാണ് പ്രധാനപ്പെട്ട ട്രാൻസ്ഫറുകൾ ഉണ്ടാവും. നമുക്കൊരു ടോപ്പ് 5 ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതുവരെ നടന്നതിൽ എനിക്കിഷ്ടപ്പെട്ട 5 ട്രാൻസ്ഫറിനെ പറ്റി പറയും. ഫസ്റ്റത്തെ സ്പെയിൻ ഇൻ്റർനാഷണൽ വിക്ടർ മൂണിസ് ടു ലിവർപൂൾ. അതെനിക്ക് നല്ലൊരു ട്രാൻസ്ഫറായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ ഗ്യാക്പോ ആ ലെഫ്റ്റ് സൈഡിൽ വെച്ചപ്പോൾ എനിക്കൊരു സുഖം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആ സ്പേസിക്ക് ഈ പുള്ളിക്കാരൻ വരുമ്പോൾ അതൊരു ഗെയിം ചേഞ്ചിങ് ആയിരുന്നു തോന്നുന്നു. ആക്ച്വലി ഇത് ചോട്ടയ്ക്കുള്ള റീപ്ലേസ്മെൻ്റ് ആണ്. ഇക്കിറ്റിക്ക് ഓൾറെഡി ഇഞ്ചോർഡാണ്. ഇസാക്കിന് ഒരു എന്താ പറയുക, ഒരു പകരം വന്ന് ഗോൾഡിക്ക് ഒരു കളിക്കാരൻ വേണം. ഓൾറെഡി റിയോ ഉണ്ട് ആ ടീമിൽ. അപ്പോൾ ടീം ഓൾറെഡി ഒരു സ്കോറിങ്ങിലേക്ക് പോകാൻ വിക്ടർ മുനീസിൻ്റെ ട്രാൻസ്ഫർ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് 4ാം സ്ഥാനത്തേക്ക് പോകും. അഗെയിൻ ഒരു ലെഫ്റ്റ് വിങ്ങറിനാണ് ആൻ്റണി ഗോർഡൻ. അതൊരു ചീറ്റ് ഗോളായിരിക്കും ബാഴ്സലോണയ്ക്ക്. കാരണം ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്ത് കളിക്കുന്നതാണ് ഹാൻസ് ഫ്ലിക്കിന് ഇഷ്ടം. അതിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള പ്ലെയറാണ് ആൻ്റണി ഗോർഡൻ. വേൾഡ് കപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പുള്ളിക്കാരൻ 2 ലെങ്സ് വെച്ചിട്ട് ഓർണ ഒരു ഫീലാണ് ആൻ്റണി ഗോർഡൻ. 2 ലെങ്സ് വെച്ച് ഓർണ ഒരു മനുഷ്യനെ പോലെയാണ് എനിക്ക് ആൻ്റണി ഗോർഡൻ കാണുമ്പോൾ തോന്നുന്നത്. സച്ച് എ ബ്രില്യൻ കൈ. പുള്ളിക്കാരൻ ഓടിപ്പോയിട്ട് പ്രസ് ചെയ്ത് വന്നെടുക്കും, ഓപ്പോസിറ്റിന് സഫോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ബാക്കിൽ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഡിഫൻസ് ലൈനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യും. ഒരു ഫിസിക്കൽ മോൺസ്റ്ററാണ് ഫ്രണ്ട് സൈഡ് കളിക്കുന്നത്. ആൻഡ് നന്നായിട്ട് ഓടും, കുറച്ച് അത്യാവശ്യം ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട്. ഈവൻ നമുക്ക് സ്കോർ ചെയ്യണം. ഇപ്പോൾ ലാലിഗ മറ്റേ പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചോളം ലാലിഗ സ്കോർ ചെയ്യാൻ എളുപ്പമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ തീർച്ചയായും ഗോളുകളുണ്ടെന്ന് വിശ്വസിക്കുന്നു. റഫീനയ്ക്കുള്ള റീപ്ലേസ്മെൻറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണം ഗോർഡന്. കാരണം അവരുടെ പ്രസ്സിങ് മെട്രിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആണ്. ഔട്ട്പുട്ട് മാത്രമാണ് ഒരു വരണുള്ളൂ. പക്ഷേ പുള്ളിക്കാരൻ ചെറുപ്പമല്ല. ഹാൻസ് ഫ്ലിക്ക് പുള്ളിനെ മാറ്റിയെടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു നമ്പർ 3 ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ബെർണാഡോ സിൽവ ഒരു ഗെയിം ചേഞ്ചറായിരിക്കും. ആ ടീമിൽ. കാരണം റയൽ മാഡ്രിഡിൽ ഹൊസെ മൊറീനോ വന്നത് ടീമിൻ്റെ മെൻറ്റാലിറ്റി മാറ്റി നിർത്താനാണ്. പല നിമിഷങ്ങളിൽ ഞാൻ ബെർണാഡോ സിൽവ ഇങ്ങനെ നോക്കിയിരുന്നുണ്ട്. ഭയങ്കര ഫുട്ബോളിൻ്റെ അടുത്ത് പാഷനറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എവിടെ ലൗഡ് ആവണ്ട മാക്സിമം പുള്ളിക്കാരൻ ഇങ്ങനെ നമ്മൾ കളി കാണുമ്പോൾ ശ്രദ്ധിച്ചറിയാം. പുള്ളിക്കാരൻ നല്ല ഒരു ഇവൻ്റ് ഉണ്ടാവണമെങ്കിൽ ആ ഇവൻറ്റിൽ ചെന്ന് ഇടപെട്ട് സംസാരിച്ച് എതിരാളികളെ മേലെ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കളിക്കാരനാണ് ബെർണാഡോ സിൽവ. ചിലപ്പോൾ ഫസ്റ്റ് ഇയറിലൊന്നും പുള്ളിക്കാരൻ ചാൻസ് ഉണ്ടാവില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളികളുണ്ട് പുള്ളിയുടെ സാന്നിധ്യം നമുക്ക് ഒരു അടിപൊളി ഫീലിംഗ് ആയിരിക്കും. പിന്നെ ഇതെൻ്റെ ഒരു പിക്കാണ്. ആഴ്സണലിൻ്റെ സോസിസ് എന്ന് പറയുന്ന പ്ലെയർ സൈൻ ചെയ്തിട്ടുണ്ട് ബെൽജിയയിലേക്ക്. അപാര സ്റ്റാറ്റ്സാണ് കഴിഞ്ഞ സീസണിൽ പുള്ളിക്കാരന്. ഇത്രയും ഗോളും 44 ഗോൾ തന്നെ അസിസ്റ്റൻ്റ് ഉണ്ട് ഒരു മൊത്തം കഴിഞ്ഞ സീസണിൽ. അതിൻ്റെ പകുതിയിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഹീ വിൽ ബി ട്രാൻസ്ഫർ ഓഫ് ദി സീസൺ. ഐ എം ഡാം ഷുവർ. അത്രയ്ക്കും കിട്ടില്ല ട്രാൻസ്ഫറാണ് ആ ട്രാൻസ്ഫർ.
നല്ല എക്സ്പെക്റ്റേഷനുള്ള ട്രാൻസ്ഫറാണ് അത്. കാരണം ഒണ്ടേകാട് എസ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ ആൾ ഇൻവെർട്ട് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് പോകുന്ന ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ കളിക്കുന്നത്. പുള്ളിയുടെ കളി സ്റ്റൈലൊക്കെ എങ്ങനെയാണ് എസ് ഒണ്ടേകാട് ഇവർക്കൊരു കോമ്പിനേഷൻ കൊടുത്ത് അതിൽ വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആൾക്കൊരു നമ്പറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആൾക്കാരൊന്ന് ഞെട്ടിക്കും. അതുകൊണ്ട് ഞാൻ സെക്കൻഡിൽ ആളെ കൊണ്ട് നിർത്തുന്നത് സോസിയസ്. ഈ പേര് മറക്കണ്ട, ഒരു ഗ്രീക്ക് ഇൻ്റർനാഷണലാണ്. ആഴ്സണൽ ഈ സീസണിൽ 40 മില്യണിന് ബെൽജിയിലേക്ക് എന്നുള്ളൊരു പ്ലെയറാണ്. ഒരു നല്ലൊരു ഇതെല്ലാം സൈനിങ് ആയിരിക്കും. ഇനിയിപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന നമ്പർ 1 സൈനിങ് അത് ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ മുമ്പ് ഇത് ക്ലോസ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റോഡ്രി ടു റയൽ മാഡ്രിഡ് സംഭവിക്കുമെന്നറിയില്ല. ചിലപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ റോഡ്രിയും റയൽ മാഡ്രിഡിൻ്റെ സംസാരം ഹിയറിയോ വരാം. ആ ഒരു മനുഷ്യൻ്റെ ഒരു വരവാണ് റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡ് ശരിക്കും കാത്തിരിക്കുന്നത്. ചൗമിനി വിത്ത് റോഡ്രി അൺബ്രേക്കബിൾ ആയിരിക്കും. അതിന് മുമ്പിൽ ബില്ലിങ്ങാണ് ഒരുമാതിരി പ്രസ് കളിക്കുന്ന ഫീലിംഗ് ആയിരിക്കും. അൺബ്രേക്കബിൾ. ആ ടീമിനെ പറ്റി ആലോചിക്കുക. സ്വതന്ത്രമായിട്ട് ഓടി കളിക്കുന്ന ബില്ലിങ്ങാണ്. അതിന് തൊട്ട് മുമ്പിലായിട്ട് വിനീഷ്യസും എംബാപ്പെ. ഒരു പ്രോപ്പറായിട്ടൊരു റൈറ്റ് വിങ്ങറും കൂടി ആ ടീമിലേക്ക് വരാണെങ്കിൽ കമ്മോൺ. ഒരു സൂയിസൈഡ് സ്ക്വാഡല്ലേ ആക്ച്വലി പെരസും മൂരനും കൂടി സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തോരം ട്രാൻസ്ഫർ ഈ സീസണിൽ അവർ നടത്തി. ഡംഫ്രീസ്, കുക്കുറേ, ഇപ്പോൾ റോഡ്രി ഹെവി ലിങ്ക്സ് വരുന്നത്. റോഡ്രി ഇറ്റ്സ് റെഡി ടു ജോയിൻ റയൽ മാഡ്രിഡ് ഓൾറെഡി. പുള്ളിക്കാരൻ്റെ കോൺട്രാക്റ്റ് 1 വർഷം കൂടി ബാക്കിയുള്ളൂ. പ്രതീക്ഷിക്കുന്നു പുള്ളിക്കാരൻ ആ ടീമിൽ വരുന്ന. പിന്നെ ഡംഫ്രീസിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഗെയിം ചേഞ്ചിങ് സീസണായിരിക്കും ഇത്. സംഭവം നമുക്കൊരു 3 വർഷം കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 3 വർഷം ഒരു ട്രാൻസിഷൻ പീരീഡിലേക്കാണ് റയൽ മാഡ്രിഡ് പോകുന്നത്. പക്ഷേ റോഡ്രി അവൻ റയൽ മാഡ്രിഡാണെങ്കിൽ സകല ഒരു മോണോപ്പൊളിയായിട്ട് റയൽ മാഡ്രിഡ് മാറും. കുറഞ്ഞ 2 വർഷമായിട്ട് അവർ ട്രോഫിലെസ്സാണ്. അത് ക്ഷീണം റയൽ തീർത്ത് കാണിച്ചു തരും. ഐ ആം വെയിറ്റിംഗ് റോഡ്രിയുടെ വരവിനായി സാന്റിയാഗോ ബെർണബിലേക്ക്. ഐ ആം വെയിറ്റിംഗ്.